ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വൈറൽ ഫിഷ് ഫ്രൈ ഇല്ലേ, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് നല്ല സമയമെടുത്ത് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഇച്ചിരി അധികം നേരം അടുപ്പിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ പണിക്ക് പോയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കേണ്ട കാര്യമില്ലേ. പക്ഷേ ഇവിടെ എണ്ണ കട്ട പിടിച്ചിരിക്കുന്ന കാരണം ഞാൻ ഇച്ചിരി ഫ്ലെയിം ഓണാക്കി എണ്ണ ചൂടാക്കി ഒന്ന് തണുപ്പിച്ചു. ഈ കാണിക്കുന്നത് ഇവിടെ കിട്ടുന്ന കൊച്ചുള്ളി ഇങ്ങനത്തെയാണേ. നമ്മൾ മലയാളി കടയിൽ പോയി കഴിഞ്ഞാൽ അല്ലാത്ത കൊച്ചുള്ളിയൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് ടെസ്കോയിലൊക്കെ കിട്ടുന്നത് ഇത് കൂട്ട് കൊച്ചുള്ളി കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലെ കൊച്ചുള്ളിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആ എണ്ണ ചൂടാറിയ എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കിയ ചാട്ടോ, ഇപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്ലെയിം ഓണാക്കി അതിനകത്തോട്ട് ഞാൻ നേരത്തെ കാണിച്ച വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഞാനൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കുമായിരുന്നു. അത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞ് അത് ഒരുമാതിരി മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. നമ്മുടെ പാകത്തിനാണ് ഉപ്പിടേണ്ടത്. എനിക്ക് ഈ മീനിൽ ഇച്ചിരി അധികം ഉപ്പ് വേണം. അത് കഴിഞ്ഞ് ഞാനിട്ടത് ക്രഷ്ഡ് ചില്ലിയാണേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്ന പുളിവെള്ളം കേട്ടോ, വാളംപുളിയുടെ വെള്ളം അത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ആ മസാലയൊന്ന് കുറുകുന്ന ഒരു സ്റ്റേജില്ലേ, അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരെ എല്ലാം എടുത്ത് ഓരോന്നായിട്ട് നമ്മൾ അതിലോട്ടങ്ങ് നിരത്തണം കേട്ടോ. ഞാൻ അതിനകത്തോട് മീൻകുട്ടന്മാരെ പോകുന്നതിന് മുമ്പ് എൻ്റെ അപ്പുക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് മീനെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് നിരത്തി കഴിഞ്ഞിട്ട് ആ മസാല മീനിൻ്റെ മേളിലോട്ട് അങ്ങ് ഒഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പയ്യെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഈ മീൻ പൊള്ളിച്ചത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വരുന്ന ടേസ്റ്റ് എങ്ങനെയാണെന്നറിയോ, നമ്മൾ നല്ല മീൻ വറ്റിച്ചതിൻ്റെ കഷ്ണമൊക്കെ ബാക്കി വന്നിട്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടേ, അത് പയ്യെ നമുക്ക് വറുത്ത് തരികയല്ലേ, ആ ഒരു ടേസ്റ്റ് ആട്ടോ ഇതിന്. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയേ. അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പറ്റിയ അബദ്ധം എന്നാന്ന് കേട്ടോ. ഇതിങ്ങനെ മീനിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുക്കുട്ടൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഓടിപ്പോയി അവനെടുത്തു. ഇതിപ്പം കണ്ടോ, കരിഞ്ഞോണ്ടാണ് വേറെ പാത്രത്തിലാക്കിയതേ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിരുന്നു.